ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വളകാപ്പിൻ്റെയാണ്. അപ്പം നമ്മുടെ മാമൻ്റെ മരുമോളുടെ വളകാപ്പാണ്. അപ്പോൾ പാറു എന്നാണ് പേര്. അപ്പോൾ പാറുവിൻ്റെ വളകാപ്പിന് പോകണേണ്. അങ്ങനെ ചെന്നപ്പം തന്നെ ഇത് കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ ചെന്നപ്പം തന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെയാണ് എത്തിയത്. അമ്മായി മാമനും കൂടി മധുരം വായിൽ വെച്ച് കൊടുക്കണം, വളയിടലും മഞ്ഞൾ തേക്കലും അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഓരോരുത്തരായിട്ട് അങ്ങനെ വന്നിട്ടോ. അപ്പോൾ ഇതാണ് മാമനും അമ്മായിയും. പിന്നെ ഇപ്പുറം ഇരിക്കണ പാറുവിൻ്റെ ഹസ്ബൻഡ്, മാമൻ്റെ മോൻ. പിന്നെ ദേ ഇതാണ് പാറുവിൻ്റെ അച്ഛനും അമ്മയും. പിന്നെ അമ്മമ്മമാർ കൊടുത്തു. അങ്ങനെ എല്ലാവരും മാറി മാറിയൊക്കെ കൊടുത്തു. പിന്നെ ദേ ഈ സാരി കൊടുത്തത് എൻ്റെ അമ്മായിമ്മയും. പിന്നെ ഇപ്പുറം ചുരിദാർ ഇട്ടത് എൻ്റെ അനിയത്തിൻ്റെ അമ്മായിമ്മയാണ്. അപ്പോൾ എൻ്റെ അമ്മായിമ്മ അനിയത്തിയുടെ അമ്മായിമ്മയും ചേട്ടത്തി അനിയത്തിമാരാണ് കേട്ടോ. ഞങ്ങളെപ്പോലെ തന്നെയാണ് അവർ. അപ്പോൾ ഇത് ഇതാണ് എൻ്റെ അനിയത്തി. അപ്പോൾ ഞാനും അനിയത്തിയും കൂടി മധുരം കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ നാത്തൂൻ്റെ മോളും കൂടി മധുരം കൊടുത്തു. പിന്നെ നമ്മുടെ സ്വന്തക്കാരായിട്ട് ഓരോന്ന് എല്ലാവരും വന്നിട്ടോ. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളേ. 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇവർക്ക് കുഞ്ഞുണ്ടാകാൻ പോണത്. അതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റേതായ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ കുറച്ച് പേർക്കൊക്കെ സംശയം ഉണ്ടാവും, ഈ ബാക്കിൽ കാണുന്ന വാഴയില എങ്ങനെ ഒട്ടിച്ചെന്ന്. ആദ്യം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ഫസ്റ്റ് പായ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മുട്ടുസൂചിയും കൊണ്ട് ഇങ്ങനെ കുത്തി വെച്ചാക്കണേ കേട്ടോ ഈ വാഴയില. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ ചോദിച്ചറിഞ്ഞ് സത്യത്തിൽ ഡെക്കറേഷൻ സമയത്തൊക്കെ ഒന്നും ഞങ്ങൾ ഉണ്ടായിരുന്നില്ല, ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ആദ്യമേ തൊട്ട് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. കുറച്ച് ലേറ്റായി പോയതുകൊണ്ട് ഇവിടെ തൊട്ടേ എനിക്ക് കിട്ടിയുള്ളൂ. പിന്നെ ഇതൊക്കെ നമ്മുടെ ഗ്യാങ്ങാണ്. അങ്ങനെ ഞങ്ങളുടെ ഗ്യാങ്ങിൻ്റെ ഫോട്ടോഷൂട്ടും പിന്നെ നമ്മുടെ മധുരം വെച്ച മധുരമൊക്കെ ഇടുന്നത് ഞങ്ങൾ തിന്നു. പിന്നെ ഇന്ന് ഫുള്ള് മധുരം തീറ്റയായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ ഒരു പങ്കൊക്കെ കൊണ്ടുവരുമല്ലോ, അതും ഫുള്ളകത്താക്കി മൊത്തത്തിൽ കീറിങ്ങിയിരിക്കണേന്. ഇത് കൊള്ളാമല്ലേ, ഇത് ഗിഫ്റ്റ് കിട്ടിയതാണേ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ നമ്മളെയൊക്കെ ഇങ്ങനെയൊക്കെ ഫ്രെയിം ചെയ്ത് വെക്കേണ്ടിയിരുന്നു. ഇതൊക്കെ വർഷങ്ങളെത്തി കാണുമ്പോഴാണ് നമുക്കൊരു പ്രത്യേക ഫീല് കിട്ടണത്. അങ്ങനെ നമ്മളെല്ലാവരും ചിരിയും കളിയൊക്കെ ആയിട്ട് കുറേ നേരം അങ്ങനെ സമയം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഏകദേശം ഇപ്പോൾ സമയം പോവാറായി. എനിക്ക് 1:10 കഴിയുമ്പോൾ ഇറങ്ങണം. പിന്നെ 1:30 വീട്ടിൽ കയറണം. അങ്ങനെയൊക്കെ സമയമൊക്കെ ഇടല്ലോ. അങ്ങനെ വിളക്ക് എത്തിക്കലൊക്കെ തുടങ്ങി. പിന്നെ ഓരോരുത്തരുടെ അനുഗ്രഹം മേടിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മായച്ചൻ, പിന്നെ അമ്മായിയമ്മ, അങ്ങനെ മാമൻ, അമ്മായി, ഇളയച്ചൻ, അങ്ങനെ ചിറ്റ, എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ മേടിച്ചു ഇറങ്ങുകയാണ്. നമുക്ക് ഇറങ്ങുമ്പോൾ സത്യത്തിൽ നല്ല വിഷമമുണ്ടാവും, സ്വാഭാവികം. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞയച്ചിട്ടാ. തിരിഞ്ഞു നോക്കരുതെന്നൊക്കെ പറഞ്ഞാണ് അങ്ങനെ എല്ലാവരോടും പറയുമെന്ന് തോന്നുന്നത്. എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവളോടും പറഞ്ഞു ഇങ്ങനെ തിരിഞ്ഞു നോക്കാതെ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ടാറ്റ ബൈ പറഞ്ഞു പോന്നു. ഇനി അടുത്ത കടമയെന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന സാധനങ്ങളിൽ നമ്മൾ പെട്ടി പൊട്ടിച്ച് പങ്കിടണം. അതിക്ക് മുന്നായിട്ട് ഞങ്ങളൊന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. അങ്ങനെ ലാസ്റ്റാണ് ഞങ്ങൾക്കിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, പായസവും കുടിച്ചു. പിന്നെയും ഞങ്ങൾ മത്ത് പിടിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ പാക്കിങ് കൊടുത്തു. ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുക്കേണ്ട ഇത് നമ്മൾ കവർ മേടിച്ച് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ പാക്ക് ചെയ്തു. ഞാൻ പിള്ളേരെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ പോയതുകൊണ്ട് ഇവിടെ ഏകദേശം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴുള്ള വീഡിയോ കുറച്ച് കിട്ടിയുള്ളൂ. ഇതിൽ നിന്നൊക്കെ കുറേയൊക്കെ പങ്കിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോന്നൊക്കെ ഇങ്ങനെ പങ്കിട്ട് ഓരോ വീടുകളിൽ അപ്പുറത്തെ വീട്ടിലും സ്വന്തക്കാർക്കും അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ടേ ഇരിക്കണേനെ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിലും എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് തിന്നാനുണ്ടായിരുന്നു. മടക്ക്, ജിലേബി, അലുവ, 2 തരം ലഡു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏത്തപ്പഴം മെയിനായിട്ടുണ്ടാവുമല്ലോ നമ്മുടെ. പിന്നെ അലുവ 2 തരത്തിലുണ്ടായിരുന്നു. പിന്നെ അച്ചപ്പം, കുഴലപ്പം, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലെ വന്നാണ്. അങ്ങനെ വൈകുന്നേരം രാത്രി ചോറീറ്റൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനും 2 അനിയത്തിമാരും കൂടി ചേർന്ന് വെറുതെ ചുമ്മാ ഒരു റീലൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ പിന്നെ ടാറ്റ ബൈ പറഞ്ഞ് പോകുന്നു കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് വട്ടാണത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.